അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, നാളെ വെള്ളിയാഴ്ചയാണ്. അപ്പോൾ പള്ളിയിലേക്ക് വരുന്നവർ കസാലയിൽ ഇരിക്കുന്ന ഒരു കാര്യമാണ്. അവർ നല്ല ആരോഗ്യത്തോടുകൂടെ വണ്ടിയിൽ ഇരുന്നും കൊണ്ട് അവിടുന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി അല്പം നടന്നു, അല്പമൊന്നുമല്ല, കുറേ പള്ളികളിൽ ദൂരെയാണ് കമ്പൗണ്ട് അതുപോലെ ഗേറ്റുള്ളത്. ആ ഗേറ്റിൻ്റെ അകത്ത് എത്ര ദൂരമുണ്ടോ അത്ര ദൂരവും നടന്നു. കുറേ മുമ്പിൽ ഖബർസ്ഥാനെല്ലാം ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഇടയിലെ കൂടിയായിരിക്കും ഈ പള്ളിയിലേക്ക് വരാനുള്ള ഒരു എൻട്രൻസ്. അവിടെയാണ് അവരെല്ലാം വന്ന് വണ്ടി പുറത്ത് വെച്ച് നടന്നുകൊണ്ട് വന്ന് പള്ളിൻ്റെ അകത്തെത്തിയാൽ മതി. അവിടെ കസാലയിലിരിക്കുന്ന ഒരു പരിപാടി. കസാലയിലിരിക്കാൻ വേണ്ടി അതിൻ്റെ വിധികൾ പറഞ്ഞ് ഉസ്താദുമാർ തന്നെയാണ് അതിൻ്റെ വിധികൾ പറഞ്ഞ് കസാലയിൽ ഇരിക്കാമെന്ന് പറഞ്ഞത്. അത് ഇരിക്കാമെന്ന് പറഞ്ഞതോടുകൂടെ അത് എല്ലാവരും ഇരിക്കാൻ തുടങ്ങി. ഇനി ഒരുപാട് കസാലകൾ വേണ്ടി വരും. ഓരോ വർഷം പോകും തോറും നമുക്ക് പ്രായം കൂടും. അപ്പോൾ ഓരോ ആൾക്കാരും കസാലയിൽ ഇരിക്കുന്ന ആൾക്കാർ കൂടും. അപ്പോൾ ഒരു കാലത്ത് ഉസ്താദന്മാർ പറഞ്ഞത്, ഒന്നും കഴിയാത്ത ആൾക്കാർക്കാണ് കസാലയിൽ ഇരുന്നിട്ടാണെങ്കിലും നമസ്കരിക്കാം പള്ളിൻ്റെ അകത്ത് എന്ന് പറഞ്ഞ്. കസാല ഇരിക്കേണ്ട ആവശ്യമേ ഇല്ല. അവിടെയുള്ള കസാലയുടെ ഒരു കാലെങ്കിലും മുറിച്ച് അതിൻ്റെ 3 കാലിൻ്റെ കസാലയാക്കുന്നതാണ് നല്ലത്. എത്ര കഴിഞ്ഞില്ലെങ്കിലും കസാലയിൽ ഇരിക്കുന്ന ഒരാൾക്ക് താഴെ ഇരിക്കാം. ഏത് രീതിയിൽ അദ്ദേഹം ഇരുന്നാലും അദ്ദേഹം താഴെ ഇരിക്കുന്നത് കൊണ്ട് 2 ആളുടെ സ്ഥലം അദ്ദേഹത്തിന് വേണ്ടി വന്നാലും 2 ആളിരിക്കുന്ന സ്ഥലം അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വന്നാലും താഴെ ഇരിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏത് രീതിയിലാണെങ്കിലും അദ്ദേഹം ഇരിക്കട്ടെ. മുട്ടുമടങ്ങാത്ത ആൾക്കാർ ഉണ്ടെങ്കിൽ അത് ഏത് രീതിയിൽ വേണമെങ്കിലും അവർ ഇരിക്കട്ടെ. അതിൽ പള്ളിയിൽ ഇരിക്കാൻ അവർക്ക് ഒരു സൈഡുണ്ട്. നമ്മൾ പെട്ടെന്ന് ഓടിപ്പോയി ബസ്സിലിരിക്കുന്നില്ലേ, സൈഡ് ഡോറിൻ്റെ അടുത്തുള്ള ഇത് വേണമെന്ന് പറഞ്ഞ് വിൻഡോ സൈഡ്, പുറത്തേക്ക് നോക്കാനും അതുപോലെ ഛർദ്ദിക്കാനും എല്ലാത്തിനും തയ്യാറായി സൈഡിലേക്ക് പോകുന്നത് ബസ്സിൻ്റെ. അതുപോലെ പള്ളിയിലും അത്രക്കാർക്ക് ഒരു സൈഡിൻ്റെ ആയിരിക്കുന്ന പള്ളിയുടെ 2 സൈഡുണ്ടാകുമല്ലോ. 2 ഭാഗത്ത് ചുവരിൻ്റെ അടുത്ത് അവർക്ക് ഇരിക്കാനുള്ള സൗകര്യം, താഴെ തന്നെ ഇരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കേണ്ടതാണ്. കാരണം ഇവിടെ അതിനെ സംബന്ധിച്ച് ഒരു ഉസ്താദ് നല്ല പോലെ പറഞ്ഞിട്ടുണ്ട്. നേതാക്കൾക്ക് പേടിച്ച് പറയാതിരിക്കുന്ന ഉസ്താദന്മാർ, ഓരോ മഹല്ലുകളിലുള്ള ഉസ്താദന്മാരാണ് ഇതിനെ ശരിയാക്കേണ്ടത്. അതല്ലെങ്കിൽ നമ്മുടെ അവരുടെ പള്ളിയിൽ, ക്രിസ്ത്യൻ പള്ളി ഉണ്ടല്ലോ, അവരുടെ പള്ളിയിൽ എല്ലാം ഇരിക്കാനുള്ള സൗകര്യമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എല്ലായിടത്തും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നിന്നും അതുപോലെ ഇരിക്കാനുള്ള ബെഞ്ചുകളുണ്ടാകും. അതുപോലെ നമ്മുടെ പള്ളിയും ആകാനുള്ള സാധ്യതയുണ്ട്. കസാലകൾ കൂടിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ഒരു കസാലയുമില്ലാത്ത രീതിയിലുള്ള നിസ്കാരത്തെ അവിടെ തുടങ്ങണം. കസാലയിരിക്കാൻ താഴെ ഇരിക്കുന്ന അവസ്ഥ. അതുപോലെ അവിടെ ജുമാക്ക് ഖുത്ബ ഓതുന്ന ഉസ്താദ് ഈ കസാലയിലിരിക്കുന്ന വ്യക്തിയേക്കാൾ പ്രായം ഒരുപാട് കൂടിയ ഉസ്താദായിരിക്കും. അദ്ദേഹത്തിന് ഖുത്ബ ഓതാൻ വേണ്ടി മിമ്പറിൽ കയറാനും ഇറങ്ങാനും അതുപോലെ സുജൂദും റുക്കുവും എല്ലാം കഴിയുന്നു. അദ്ദേഹം 70-80 ആയിരിക്കും ചില പള്ളികളിലുള്ള ഉസ്താദന്മാർ. അത്ര പഴയ ഉസ്താദന്മാരെ ആരും അവിടുന്ന് വിടാനോ പിരിച്ചു വിടാൻ ആരും ശ്രമിക്കാറില്ല. നല്ലൊരു ബർക്കത്തിൻ്റെ ഉസ്താദ്, നല്ല ഇബാദത്തെടുക്കുന്ന ഉസ്താദ്, ദിക്റിലായി അയാൾ കഴിയുന്നു. ഇപ്പോൾ നമുക്ക് കാണുന്ന രീതിയിലുള്ള കാട്ടിക്കൂട്ടലല്ല. ഓൺലൈനും അതുപോലെ യൂട്യൂബും ഇതെല്ലാമല്ല. നല്ല രീതിയിലുള്ള ഉസ്താദന്മാർ, ഒരുപാട് ഉസ്താദന്മാരുണ്ട്. അതുപോലെ ബാങ്ക് കൊടുക്കുന്ന ഉസ്താദന്മാർ, ബാങ്ക് കൊടുക്കുന്ന മുക്രി എന്ന് പറയുന്നില്ലേ, നമ്മൾ ചെറുതാക്കി പറയുന്ന അവരാണ് അതിനേക്കാൾ പ്രാധാന്യം. അവർക്കാണ് എല്ലാ രീതിയിലുള്ള ഇബാദത്തും അവരുടെ അടുക്കലാണുള്ളത്.
അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ആരെ നിസ്സാരപ്പെടുത്തുന്ന അവരാണ് അള്ളാഹു തആല ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് ആരെയും നിസ്സാരപ്പെടുത്താനും പാടില്ല. പിന്നെ ദീനിൻ്റെ വിധികളെ പറയുന്ന ഉസ്താദന്മാരെ പിരിച്ചുവിടുന്ന ഒരു പരിപാടി, അതും അദ്ദേഹം പറയുന്നു. അവസാനം നിങ്ങൾ കേൾക്കേണ്ടതാണ്. ഉസ്താദ് പറയുന്നത് നല്ല തറപ്പിച്ച് പറയുന്നത് കേട്ട് നിങ്ങൾ ഇനി മുതലെങ്കിലും ഓരോ പള്ളികളിൽ, ഓരോ പള്ളി മഹലിൻ്റെ സെക്രട്ടറിമാർ, അതുപോലെ പ്രസിഡൻറ്റ്, അവിടുത്തെ ഭാരവാഹികൾ, അതിനെല്ലാം നിങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് കസാലനെ കൂട്ടാൻ വേണ്ടിയല്ല, കുറക്കാൻ വേണ്ടി നോക്കണം. ഓരോന്നോരോന്നായി കുറക്കാൻ നോക്കി അവർക്ക് സൈഡിലുള്ള സ്ഥലം, പള്ളിയുടെ ചുവരിൻ്റെ അടുത്തുള്ള സ്ഥലം, അവർക്ക് ഓരോ ആൾക്കാർക്ക് 2 ആൾക്ക് ഇരിക്കാനുള്ള സ്ഥലം കൊടുത്താലും സാരമില്ല. അവിടെ കസാല ഒഴിവാക്കി ഇരിക്കലാണ് നല്ലത്. അതല്ലെങ്കിൽ നമ്മുടെ സഹോദരന്മാരായ ക്രിസ്ത്യന്മാരുടെ അവരുടെ ചർച്ച് പോലെ ആയിരിക്കും നമ്മുടെ അവസ്ഥ. ക്രിസ്ത്യൻ പള്ളീൻ്റെ അകത്തുള്ളതായിരിക്കുന്ന വ്യവസ്ഥ ഒരുപാട് സ്ഥലത്ത് ഞാൻ കണ്ടതാണ്. ബെഞ്ചാണ് അവിടെ ഇരിക്കാൻ. അതുപോലെയുള്ള പ്രാർത്ഥന, അതുപോലെയുള്ള നമസ്കാരം ആകുമെന്നാണ് എനിക്ക് ഇതിൽ അഭിപ്രായം പറയാനുള്ളത്. അതുപോലെ നിങ്ങൾ അവസാനം ആ ബഹുമാനപ്പെട്ട ഉസ്താദ് പറയുന്നത് നല്ല തറപ്പിച്ച് നമുക്ക് മനസ്സിലാകാൻ ഉള്ള പാകം വരുത്തി, അതുപോലെ ഉസ്താദന്മാർക്കും പണ്ഡിതന്മാർക്കും അതുപോലെ അവിടെ ആ പള്ളി നിയന്ത്രിക്കുന്നതായിരിക്കുന്ന കമ്മിറ്റിക്കാർക്കും എല്ലാവർക്കും വേണ്ടി അദ്ദേഹം പറയുന്നു. നല്ല ഇഖ്ലാസോടുകൂടെ പറയുന്നതാണ്. ഇത്തരം കാര്യങ്ങളെ നമ്മൾക്ക് കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ മുസ്ലിം എന്ന് പറഞ്ഞ് ഒരു കാര്യവുമില്ല. അത്ര പേര് വെച്ച് നടന്നിട്ടും കാര്യമില്ല. ഇതിനെ മനസ്സിലാക്കി നമ്മൾ ഇതിനെ ചെയ്യേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് അവസാനം ഇത് കേട്ട് വിരമിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്ത് തോന്നിയാസാണ് ചെയ്യുന്നത്? നിനക്ക് സുജൂദും റുക്കൂഉം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അപ്പൊ ഇരുന്നോ കസാലയിൽ. നീ നിന്നിട്ടല്ലേ വന്നത്? അതുകൊണ്ടിവിടെ മുണ്ടിയിട്ടില്ല, പള്ളിയിനുള്ളിൽ മുണ്ടിയിട്ടേ നീ. എന്നിട്ട് നിനക്ക് എങ്ങനെ അള്ളാന്റെ പള്ളിയിൽ ഒരു കസാല വെച്ച് ഇരിക്കാൻ തരുന്നത്? നീ ഇരുന്നിട്ട് എങ്ങനെ കൈകെട്ടിയത്? കുരുത്തകടല്ലേ ഇത്? ദീന് പറയാൻ വേണ്ടി മൊയിലാമാറും ഉണ്ടാവൂല. ഇനി മൊയിലാറ് പറഞ്ഞാൽ മൊയിലാറ് വിടയില്ല. ഈ കൊല്ല ഈ സാഹിബാലി ആളെ വിടണം. എന്താ ഇയാൾ കുറച്ചാളെല്ലാം നിൽക്കുമ്പോഴല്ലേ പറയാൻ തുടങ്ങി, നിന്നെ മറിഞ്ഞോണ്ടായിട്ടില്ല. ദീന് പറയാൻ തുടങ്ങുമ്പോ മൊയിലാറ് പോകണം. ഇതാ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ജാഗ്രതയിക്കോ. എല്ലാ മഹലിന്റെ കമ്മിറ്റിക്കാരും ജാഗ്രതയിക്കോ. നിനക്ക് ഭയപ്പെടാത്തത് കൊണ്ടോ, നിന്നെ ബഹുമാനിക്കാത്തത് കൊണ്ടോ, നിന്നെ സ്വീകരിക്കാത്തത് കൊണ്ടോ നീ ആരെങ്കിലും ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ നിന്നെ കൊണ്ട് അല്ലാഹു തആല നാളെ ആ ലെറ്റർ നീ എഴുതിയ ബുക്കുണ്ടല്ലോ, കമ്മിറ്റി ചെയ്ത ബുക്ക്, ആ ബുക്ക് ഖിയാമത്ത് നാളിൽ വായിക്കും. ഇഖ്റ കിതാബക, വായിക്കണം നിന്റെ ബുക്ക്. നീ ഓതുന്ന ഖുർആൻ സൂറത്ത് ഇസ്രായിൽ വായിക്കണം. നിന്റെ കിതാബ് ഇഖ്റ കിതാബക, നീ എഴുതിയ വായിക്കണം എന്ന് പറഞ്ഞു വായിപ്പിക്കുമ്പോ എന്തേ ഒരു മൊയിലാറെ ഖത്തീബിനെ ഒഴിവാക്കാൻ കാരണോ? പ്രസിഡന്റ് പറഞ്ഞ പോലെ കേട്ടില്ല, സെക്രട്ടറി പറഞ്ഞ പോലെ കേട്ടില്ല, കമ്മിറ്റിക്കാർക്ക് ഭയപ്പെടുന്നില്ല, കമ്മിറ്റിക്കാരെ പേടിക്കുന്നില്ല. ഈ കാരണം കൊണ്ടാണോ? ഇവിടെ 10-14 മഹല്ലത്തിന്റെ കമ്മിറ്റിക്കാരുണ്ട്, അല്ലാത്തവരുണ്ട്. എന്റെ അനുജന്മാരെ, എന്റെ ജ്യേഷ്ഠന്മാരെ, നിങ്ങളെ ഞാൻ അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നു. അതുകൊണ്ട് ആവശ്യമില്ലാത്തൊരു കാര്യം നിങ്ങൾ പേന കൊണ്ട് എഴുതരുത്, ചർച്ച പറയരുത്. ചിലപ്പോ മരിക്കുമ്പോ നാവ് ഉണ്ടാവൂല. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. ദീനാണിത്. ഇവിടെ നേരെയില്ലേ, അവിടെ നേരെയില്ലേ? നിന്റെ പള്ളി മദ്രസയും നേരെ നോക്കുന്നില്ലേ? അതിൽ കൃത്രിമുണ്ടോ? പഠിപ്പിക്കുന്നില്ലേ? എങ്കിൽ മാത്രം നീ വേറെ ആളെ കണ്ടോ? നിന്നെ ആദരിക്കാനതിന്റെ പേരിൽ, നിന്നെ ബഹുമാനിക്കാനതിന്റെ പേരിൽ ഒരു പള്ളിന്റെ ചെറിയ ഒരു തണ്ണി മുക്കറിനവരെ നീ മാറ്റിയിട്ടുണ്ടെങ്കിൽ നിന്നെ പടച്ചുറപ്പിന്റെ കോടതിയിൽ ഇട്ട് ചോദ്യം ചെയ്യുമെന്ന് ആഖിറത്തിൽ വിശ്വാസമുള്ള എല്ലാ കമ്മിറ്റിക്കാരും മനസ്സിൽ വെച്ചോളി. ഇത് പറയൽ എന്റെ കടമയാണ്, എന്റെ ഹക്കാണ്. ഹക്ക് ഞാൻ നിങ്ങളോട് പറയുന്നു. ആഖിറത്തിൽ നിങ്ങൾ അതിന് മറുപടി പറയേണ്ടി വരും. ദീനിനെതിരായിട്ടുണ്ടോ ആ സമയത്ത് മാന്യമായ നിലക്ക് മര്യാദ വെച്ചുകൊണ്ട് ഒഴിവാക്കാൻ പ്രശ്നമില്ല. അല്ലാതെ നിന്നെ അനുസരിച്ചില്ല, നിന്നെ ഭയപ്പെടുന്നില്ല, നിനക്ക് വില വെക്കുന്നില്ല, നിനക്ക് വഴിപ്പെടാൻ പറഞ്ഞിട്ടില്ല. അള്ളാഹ്ക്കും അള്ളാന്റെ റസൂലിനും ദീനും വഴിപ്പെടാനേ പറഞ്ഞിട്ടുള്ളൂ. അതില്ലേ എങ്കിൽ ഒഴിവായി. അല്ലാഹു നമ്മളെ